എനിക്കു വേണം നിന്നെ, നിരോഗിയാണെന്നാലും എനിക്കു വേണം നിന്നെ, നീ ഭാവിയാണെന്നാലും എനിക്കു വേണം നിന്നെ, നിരോഗിയാണെന്നാലും എനിക്കു വേണം നിന്നെ, നീ ഭാവിയാണെന്നാലും. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 73 സങ്കീർത്തനം അതിൻ്റെ 8 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. അവർ പരിഹസിച്ച് ദുഷ്ടതയോടെ ഭീഷണി പറയുന്നു, ഉന്നത ഭാവത്തോടെ സംസാരിക്കുന്നു. അവർ വായ ആകാശത്തോളം ഉയർത്തുന്നു, അവരുടെ നാവ് ഭൂമി സഞ്ചരിക്കുന്നു. അതുകൊണ്ട് അവർ തൻ്റെ ജനത്തെ ഇതിലേക്ക് തിരിക്കുന്നു. അവർ ധാരാളം വെള്ളം വലിച്ചു കുടിക്കുന്നു. ദൈവം എങ്ങനെ അറിയുന്നു, അത്തിരുന്നതിന് അറിവുണ്ടോ എന്ന് അവർ പറയുന്നു. ഇങ്ങനെയാകുന്നു ദുഷ്ടന്മാർ. അവർ നിത്യം സ്വസ്ഥത അനുഭവിച്ച് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതാണ് വചനം നമ്മളെ കേൾപ്പിക്കുന്നത്. അവർ പരിഹസിച്ച് ദുഷ്ടതയോടെ ഭീഷണി പറയുന്നു. പരിഹാസം കൊണ്ടങ്ങ് ഭീഷണിപ്പെടുത്തുകയാണ്. അതുപോലെ ഉന്നത പാപത്തോടെ അവർ സംസാരിക്കുന്നു. ഇതൊക്കെ ദുഷ്ടന്മാരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് നമ്മൾ കേൾക്കുന്നത്. ഇത് ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവജനം അനുഭവിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അവർ പരിഹസിച്ച് ദുഷ്ടതയോടെ ഭീഷണി പറയുന്നു, ഉന്നത ഭാവത്തോടെ അവർ സംസാരിക്കുന്നു. അവർ വായ ആകാശത്തോളം ഉയർത്തുന്നു, അവരുടെ നാവ് ഭൂമി സഞ്ചരിക്കുന്നു. അതുകൊണ്ട് അവൻ തൻ്റെ ജനത്തെ ഇതിലേക്ക് തിരിക്കുന്നു. അവർ ധാരാളം വെള്ളം വലിച്ചു കുടിക്കുന്നു. ഇവിടെ വചനം 9 വാക്യം വന്ന് അവർ ആകാശത്തോളം, അവർ വായ ആകാശത്തോളം ഉയർത്തുന്നു, അവരുടെ നാവ് ഭൂമി സഞ്ചരിക്കുന്നു. ഒരു നീതിമാനെതിരായി എന്തുമാത്രം ദുഷിപ്പാണ്. ഉന്നത ഭാവത്തോടെ, അതായത് ദുഷ്ടതയോടെ ഭീഷണി പറയുന്നതെന്നാണ് വചനം നമ്മളെ കേൾപ്പിക്കുന്നത്. ദുഷ്ടത മാത്രമാണ് പറഞ്ഞ് പരിഹസിക്കുന്നത്. അതും ഭൂമിയിൽ അവർ സഞ്ചരിക്കുക എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അവൻ തൻ്റെ ജനത്തെ ഇതിലേക്ക് തിരിക്കുന്നു. അവർ ധാരാളം വെള്ളം വലിച്ചു കുടിക്കുന്നു. ദൈവം എങ്ങനെ അറിയുന്നു, അത്യുന്നതന് അറിവുണ്ടോ എന്ന് അവർ പറയുന്നു. ഇങ്ങനെയാകുന്നു ദുഷ്ടന്മാർ. അവർ നിത്യം സ്വസ്ഥത അനുഭവിച്ച് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു. ഇതാണ് അവർ ചെയ്യുന്നത്. ഒരു ദൈവ പൈതലോ എല്ലാം സഹിച്ച് ഈ ലോകത്തെ ജയിച്ചവനായ ദൈവത്തിങ്കിലേക്ക് നോക്കിക്കൊണ്ട് ദൈവം ഏൽപ്പിച്ചത് എന്താണോ അത് ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുക. ലോകക്കാരുടെ അംഗീകാരത്തോടു കൂടി ഒരു സുവിശേഷ ഫലക്കാരും സ്വർഗരാജ്യത്തിൽ പ്രവേശിച്ചിട്ടില്ല. എല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള നിന്ദയും പരിഹാസവും ഒക്കെ കേട്ട് കഷ്ടത അറിഞ്ഞ് അതിലൂടെ തന്നെ കടന്നു പോകുന്നതാണ്. നമുക്കറിയാം, പൂർവ്വപിതാക്കന്മാർ മുതൽ അപ്പോസ്തലന്മാരെ വരെ നോക്കിക്കുക, ദൈവ ശബ്ദം കേട്ടവര്, ദൈവത്തിൻ്റെ തേജസ് നേരി കണ്ടവര്, മുഖാമുഖം സംസാരിച്ചവർ, ഇവരുടെയൊക്കെ ജീവിതത്തിൽ എന്തെല്ലാം കഷ്ടങ്ങളാണ് കടന്നു വന്നത്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. എങ്കിലും ഈ മഹാകഷ്ടതയുടെ നടുവിൽ കർത്താവ് കൂടെ തന്നെ ഉണ്ടായിരുന്നില്ലേ? വിട്ടുമാറിയോ? ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ കൂടെ ആയിരുന്നില്ലേ? ആമേ, സ്തോത്രം. ലോകത്തിൻ്റെ അംഗീകാരത്തോടു കൂടി ഒരു സുവിശേഷ വിലക്കാർക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ദൈവമക്കളെ, ദൈവം ഏൽപ്പിച്ചതും ദൈവം തന്നിരിക്കുന്ന നന്മകളൊക്കെ ഒന്ന് ഓർത്താൽ ലോകത്തെ നോക്കണ്ട. ഈ ലോകത്ത് വെച്ച് നമ്മൾ അനുഭവിച്ച കഷ്ടതകൾ, നമ്മൾ അനുഭവിച്ച വേദന, നമ്മൾ അനുഭവിച്ച രോഗം, നമ്മൾ അനുഭവിച്ച ദുഃഖം എന്താണെന്ന് നമുക്കറിയാം. അതിനകത്തുനിന്ന് നമ്മളോട് ദൈവം കരുണ കാണിച്ച് വീണ്ടെടുത്തുവെങ്കിൽ വീണ്ടെടുത്ത കർത്താവിന് വേണ്ടി അങ്ങ് ജീവിക്കുക. ഇതൊക്കെ നമ്മൾ സഹിച്ചെങ്കിലേ കർത്താവിന് വേണ്ടി ജീവിക്കാൻ പറ്റുള്ളൂ. ദൈവമക്കളെ, അവർ ദുഷ്ടതയോടെ ഭീഷണി പറയുന്നെന്ന് പറഞ്ഞത്. ദുഷ്ടതയാണ് പറഞ്ഞത്, അത് ഭീഷണിയോടാണ് പറയുന്നത്. അവരുടെ നാവ് ഭൂമി സഞ്ചരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ നടുവിലൂടെ എങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകുന്നോർത്ത് ചഞ്ചലപ്പെടരുത് ദൈവമക്കളെ. കർത്താവിന് ഈ ലോകം കൊടുത്തത് എന്താണോ അതിനപ്പുറത്തൊന്നും നമ്മൾ നേടുവാനായിട്ട് ഇല്ല. ആഗ്രഹിക്കുന്നതും തെറ്റാണ്. നമുക്ക് ഒന്ന് ചെയ്യാം. വേല പൂർത്തീകരിച്ച് പാടാത്ത കിരീടം പ്രാപിച്ച കർത്താവിൻ്റെ സന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ട മക്കളായി ആ പാദപീഠത്തിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ നമ്മളെല്ലാവരെയും കർത്താവ് ഒരുക്കേണ്ടതിന് അവങ്കലേക്ക് നോക്കുക. അവങ്കലേക്ക് നോക്കിയൊരാരും ഒരു നാളും ലജ്ജിച്ചു പോയിട്ടില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്നന്റെ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് അടികളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഏറെ മഹാകഷ്ടതയുടെ നടുവിലൂടെ കടന്നു പോകുമ്പോഴും വഴി നടത്തുന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. കാൽവരി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടമേറ്റ കർത്താവേ, ഹല്ലേലൂയ. മരിച്ചിട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശുവിനെ ആരാധിക്കുവാൻ എൻ്റെ കർത്താവ് ഞങ്ങളെ സഹായിച്ച വൻകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. പുത്രൻ്റെ നാമത്തിൽ പിതാവിനോട് യാചിക്കുന്നൊക്കെ ലഭിക്കുമല്ലോപ്പാ. അടിങ്ങൾ യാചിക്കുന്ന കർത്താവെ, ചെയ്യുന്ന ശുശ്രൂഷ അങ്ങേക്ക് പ്രസാദകരമായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനോ കുറയണം കർത്താവെ, അങ്ങനെ വളരണമേ.
ആ ഒരു പ്രാർത്ഥനയോടുകൂടി ഇത്രത്തോളം ഞങ്ങളെ വഴി നടത്തിയത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, വിശ്വാസികളായിട്ടുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എൻ്റെ മക്കളെ നേരിടുന്ന മഹാകഷ്ടതയുടെ നടുവിൽ സ്വർഗം തുറന്ന് എൻ്റെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നപ്പാ, കൃപയോടെ കേൾക്കണമേ. ആമേൻ. യേശുവേ സ്തോത്രം.